ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പാലക് പനീറിൻ്റെ റെസിപ്പിയാണ്. നല്ല ഈസി ആയിട്ടും നല്ല യമ്മി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സാധാരണ പനീർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും പാലക് പനീറിൻ്റെ റെസിപ്പി അല്ലേ, അപ്പോൾ ഞാൻ എങ്ങനെ പനീർ ഉണ്ടാക്കലെന്നുള്ളതും കൂടി നിങ്ങളെ കാണിക്കാം. പനീർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 1 ലിറ്ററിൻ്റെ ഫുൾ ഫാറ്റ് മിൽക്കും പിന്നെ ഒരു മീഡിയം സൈസ് ലെമണിൻ്റെ ജ്യൂസും പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും ആണ്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പാൽ തിളപ്പിച്ചെടുക്കുക. കുറച്ചൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലെമൺ ജ്യൂസ് ആവശ്യത്തിന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസ് ലെമണിൻ്റെ ജ്യൂസ് മൊത്തമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പനീറൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്ലോത്തിലേക്ക് ഒഴിച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഈ സ്ട്രെയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത് ജസ്റ്റ് ഒന്ന് നനഞ്ഞ ക്ലോത്ത് ആവണേ. പിന്നെ അതിലേക്ക് ഐസ് ക്യൂബ്സും ആഡ് ചെയ്യുക. ഈ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യുന്നത് കൂടുതൽ പനീർ കുക്കാവാണ്ടിരിക്കാനാണ്. നല്ലോണം കുക്കായാൽ പനീർ കുറച്ച് ഹാർഡായിപ്പോവും. സ്ട്രെയിൻ ചെയ്തതിൻ്റെ ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കുക. അത് എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ശേഷം അതിൻ്റെ മേലെ എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഇത് കയറ്റി വെക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ മേലെ കയറ്റി വെക്കുകയാണ് ചെയ്തത്. നന്നായിട്ട് വെയിറ്റ് ഉള്ളതും വെക്കരുത് കേട്ടോ. അപ്പോൾ അപ്പോഴൊക്കെ നമ്മളെ ഈ പനീർ ഹാർഡായി പോകും. ഞാനിപ്പോൾ അങ്ങനെ ഒരു 2 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ റെഡിയായി. ഇനി ഇത് ക്യൂബ്സാക്കി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാനിങ്ങനെ ഒരു ആഴ്ച വരെയൊക്കെ യൂസ് ചെയ്യലുണ്ട്. പിന്നെ അതിൽ കൂടുതൽ യൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ചാൽ മതി. പിന്നെ ആവശ്യത്തിന് എടുത്തിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നേരിയ പുളിപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതായിട്ട് നമുക്ക് പാലക് പനീർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ പനീർ ഉണ്ടാക്കിയത് അതിൻ്റെ തലേ ദിവസമാണ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ എനിക്കും മോൻക്കും റോഫ്കാക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഗ്രേവിയാണ് ഈ പാലക് പനീർ. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. പനീർ ഓൾറെഡി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പനീറും പാലക്കും. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ ഉള്ളിയും അത് റഫ്ലി ചോപ്പ് ചെയ്തിട്ടുള്ള ഉള്ളി, പിന്നെ ഒരു വലിയ തക്കാളി, പിന്നെ കുറച്ച് മല്ലിയിലയും 2 പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ ഒരു ബേ ലീഫ്. പിന്നെ മസാല ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ അത്യാവശ്യം ചെറിയ ജീരകമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്,
പിന്നെ തൈരും പാലുമാണ് ഞാനിവിടെ ഫ്രഷ് ക്രീമിന് പകരമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. നല്ല ജീരകമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ബേ ലീഫ് കൈയായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി സോട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ റോ സ്മെല്ലൊക്കെ പോയാൽ പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇനി അടുത്തത് ആഡ് ചെയ്യുന്നത് ഉള്ളിയാണ്. അത് ഫൈനായി ചോപ്പ് ചെയ്യണമെന്നൊന്നുമില്ല, കാരണം നമ്മൾ ബ്ലെൻഡ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ കുറച്ച് വലിയ പീസാണെങ്കിലും കുഴപ്പമില്ല. ഉള്ളി ഒന്ന് കുറച്ച് സോട്ടായി വന്നാൽ അതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മസാലാസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു പിഞ്ച് ഗരം മസാലപ്പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. മസാലൻ്റെ റോസ്മെല്ലൊക്കെ പോയതിന് ശേഷം അതിലേക്ക് യോഗട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 ടീസ്പൂണോളം യോഗട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പുളിയില്ലാത്ത നല്ല തിക്കായിട്ടുള്ള യോഗട്ടാണ്. അപ്പോൾ പുളിയില്ലാത്ത യോഗട്ട് തന്നെ ആഡ് ചെയ്യുക. ഇപ്പോൾ തക്കാളിയും ഉള്ളിയും പിന്നെ മസാലയും ഒക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിയില പിന്നെ അതിലേക്കൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മൾ പാലക്കിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഇത്ര ഒരു ബൗള് പാലക്കിൻ്റെ ഇലയാണ്. പിന്നെ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ചുടുവെള്ളത്തിൽ വേവിച്ചെടുക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വേവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ ആ വെള്ളത്തിൽ തന്നെ പോവില്ലേ. അപ്പം ഞാനിങ്ങനെ ഈ മസാലയിലിട്ട് ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കലാണ്. ഇപ്പോൾ എല്ലാതും ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറിയതിൻ്റെ ശേഷം ഒരു ബ്ലെൻഡറിൽ നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക.
ഇനി പാനിൽ വീണ്ടും കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇവിടെ ഓയിൽ ഒഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പീസ് ബട്ടർ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച മിക്സർ ഒഴിച്ചു കൊടുക്കുക. മിക്സിയിൽ ഒരു ഇത്തിരി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള മിക്സറും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരുപാട് വെള്ളം ആവരുത്തിട്ട്, അപ്പോൾ നമ്മളെ ഗ്രേവി നമ്മൾ വിചാരിച്ചൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടണമെന്നില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരിത്തിരി മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഫുൾ ക്രീം മിൽക്കാണ്. പിന്നെ കാരണം നമ്മളിതിലേക്ക് വേറെ ഫ്രഷ് ക്രീമൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ, അപ്പം അതിന് പകരമായിട്ട് ഞാൻ മിൽക്കാണ് യൂസ് ചെയ്തത്. ഇനി മെയിനായിട്ടുള്ള നമ്മളെ ഇൻഗ്രീഡിയൻറ്റ് പനീർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കൈയായിട്ട് കുറച്ച് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടുകയുള്ളൂ ഗ്രേവിൻ്റെ. പിന്നെ ബാക്കി ക്യൂബ്സൊക്കെ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. പനീർ ആഡ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി. ഇനി ലാസ്റ്റായിട്ട് ഞാനൊരു ഇത്തിരി ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ജസ്റ്റ് ബാലൻസ് ചെയ്യാനാണ്. നല്ല ഈസി ആയിട്ടും നല്ല യമ്മി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരു പുതിയ വ്ളോഗിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് കീപ് സപ്പോർട്ടിങ് us. Thank you.